ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നിർണായക ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, RJDയുടെ സീറ്റ് നിലയിൽ വലിയ കുറവ് വരുന്നു. 51 സീറ്റിലേക്ക് RJD എത്തുന്നു. കോൺഗ്രസ് 13ലേക്ക്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ ഘട്ടത്തിൽ മാറുന്നു. 75 സീറ്റിലേക്ക് BJP എത്തുന്നു. JDU 73 സീറ്റിലേക്ക് എത്തുന്നു. LJPയുടെ സ്വാധീനം ഒന്ന് കണ്ടു നോക്കൂ. 16 സീറ്റിലാണ് LJP. ചിരാഗ് പാസ്വാന്റെ പാർട്ടി, രാംവിലാസ് പാസ്വാന് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ചിരാഗ് പാസ്വാൻ മാത്രമെന്നൊരു നേതാവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു, ഒറ്റയ്ക്ക് ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നു, വിലപേശലുകൾ നടത്തുന്നു, ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു ഭീഷണി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും അനുനയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ആ അനുനയ നീക്കങ്ങളെ അവർ ഒപ്പം ചേർത്തു. അതിന്റെ ഭാഗമായി 16 സീറ്റിൽ LJP നേരിട്ട് നിൽക്കുന്നു. മറുവശത്ത് നില മെച്ചപ്പെടുത്തുന്നത് CPIML എന്ന് തന്നെ പറയേണ്ടി വരും. 4 സീറ്റിലാണ് അവർ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. 1 നിന്ന് 4ലേക്ക് CPIML എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ RJD 49ലേക്ക്, കോൺഗ്രസ് 12ലേക്ക്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച ഒറ്റ സംഖ്യയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നതാണ് പ്രശാന്ത്. വളരെ പ്രധാനപ്പെട്ടതാണ്. RJDയുടെ സ്വാധീന മേഖലകളിലൊക്കെ RJDക്ക് കാലിടറുന്നു. സീമാഞ്ചലിൽ ആദ്യമേ കാലിടറി, ഇപ്പോൾ മധ്യ ബീഹാർ മേഖലയിലടക്കം RJDക്ക് കാലിടറുന്നു എന്നുള്ളതാണ്. വളരെ 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 ദയനീയമായി പോകുകയാണ് RJDയുടെ. അതായത് 50-ൽ താഴെ സീറ്റുകളിലേക്ക് RJD ചുരുങ്ങുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP 75ഓളം സീറ്റുകൾ നേടുകയാണ്. ഇതിനെല്ലാം കാരണം SIR ആയിരിക്കും. ഒരുപക്ഷെ അത്രത്തോളം വോട്ടുകൾ പോയിട്ടുണ്ട്, പുതിയതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരോപണങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുക മാത്രമായിരിക്കും. ഇതേ രീതിയിൽ പോയാൽ മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കോൺഗ്രസിന്റെ സീറ്റ് നിലയിൽ വീണ്ടും കുറവ് വരുന്നു. 11 സീറ്റിലേക്ക് കോൺഗ്രസ് താഴുന്നു എന്നുള്ളതാണ്. 15, 16, 15, 13, 12, 11. അതാ ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചരണം നയിച്ച മണ്ഡലം സംസ്ഥാനം. ആ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ സീറ്റ് നില 11ലേക്ക് എത്തിയിരിക്കുന്നു. RJD 48ലേക്ക്. മഹാസഖ്യം 65ലേക്ക് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള 174 എന്ന തരത്തിലേക്ക്. അതൊരു മാന്ത്രിക സംഖ്യയല്ല, അതിനപ്പുറത്തും ഉണ്ട് എന്ന് തന്നെ വ്യക്തമാകുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, LJPയുടെ ഒരു വലിയ തേരോട്ടം ബീഹാറിൽ കാണാൻ കഴിയുന്നു. 18 സീറ്റിൽ LJP മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ 18 സീറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP 77 സീറ്റിൽ, LJP 18 സീറ്റിൽ, JDU 75 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. RJD 48, കോൺഗ്രസ് 1 സീറ്റിൽ നില മെച്ചപ്പെടുത്തുന്നു, 12 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. CPIML 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, 66 എന്ന നിലയിൽ മാത്രമാണ്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അസാദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ വ്യക്തമാക്കിയതെങ്കിൽ 1 സീറ്റിൽ ഒവൈസിയുടെ പാർട്ടി ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ 1 സീറ്റിലെ ലീഡ് അല്ല ഒവൈസിയുടെ ലക്ഷ്യം. ഒവൈസി നേരത്തെ നമുക്കറിയാം പല തെലങ്കാനയിലടക്കം ഒവൈസി സ്വാധീനമുണ്ടാക്കിയപ്പോൾ വലിയ ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചത് BJPയുടെ സ്വാധീനത്തിന്റെ ഫലമായി, BJPയുടെ നീക്കങ്ങളുടെ ഫലമായി വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഒവൈസി രംഗത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ആരോപണമെങ്കിൽ, അങ്ങനെയാണ് നീക്കമെങ്കിൽ ഇത്തവണയും അത് വിജയിക്കുന്നു എന്ന തരത്തിൽ പോകണം. പക്ഷേ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ ലീഡ് നില കുറയുന്നു. അവർ 2 സീറ്റിൽ നിന്ന് 1ലേക്ക് മാറുന്നു. അതേസമയം തന്നെ ഒവൈസിയുടെ പാർട്ടിയിൽ 1-ൽ നിന്ന് ഒവൈസി 2ലേക്ക് മാറുന്നു. ചെറിയ പാർട്ടികൾക്കിടയിൽ, സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത പാർട്ടികൾക്കിടയിൽ കടുത്ത മത്സരം കോൺഗ്രസിന്റെ 1 സീറ്റിൽ. അതായത് പ്രശാന്ത് കിഷോറിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലേക്ക് മാറുകയാണ്. ഒപ്പം അസാദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ചെറിയ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു. ഈ എടുത്തു പറയേണ്ടത് ഇടതുപക്ഷ പാർട്ടികൾ കുറച്ച് നില മെച്ചപ്പെടുത്തുകയല്ലേ? അഖില, ഇത് അവസാന റൗണ്ടിലേക്ക് എത്തുന്നതിൽ മാത്രമാണ് അക്കാര്യത്തിലൊരു ഉറപ്പ് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുള്ളൂ. കാരണം CPML കഴിഞ്ഞ തവണ 9 സീറ്റ് വിജയിച്ചതാണ്. ഇത്തവണ 4 സീറ്റിൽ മാത്രമാണ് അവർ ലീഡ് ചെയ്യുന്നത്. CPM-ഉം CPI-യും CPI 2 സീറ്റിലായിരുന്നു, CPM 2 സീറ്റിലാണ് വിജയിച്ചത്. അവരൊക്കെ തന്നെ ഓരോ സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസുമായി വെച്ച് നോക്കുമ്പോൾ ഇടത് പാർട്ടികളുടെ നേട്ടം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കുറെ കൂടി അംഗീകാരം ലഭിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിന്റെ സീറ്റ് നില വീണ്ടും താന്നിരിക്കുന്നു. 10ലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. മറുവശത്ത് JDUവിന്റെ സീറ്റ് നില 75 എന്ന നിലയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ BJP 76 എന്ന നിലയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഹിന്ദുസ്ഥാനി അവാ മോർച്ച 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 4 സീറ്റിൽ, ആ 4 സീറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സീറ്റ് നില ഒറ്റ സംഖ്യയിലേക്ക് താന്നിരിക്കുന്നു. 9 സീറ്റിൽ മാത്രമായി കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. സൂചിപ്പിച്ചതുപോലെ ആവുകയാണെന്നാണ് തോന്നുന്നത്. അതായത് കോൺഗ്രസ് വെറും ഒറ്റ സംഖ്യയിൽ ഒതുങ്ങും. 19 സീറ്റ് എന്നുള്ള 2020 കണക്കൊക്കെ ഇനി അപ്രസക്തമാവുകയാണ്. 9 സീറ്റിലേക്ക് ഇപ്പോൾ ചുരുങ്ങുന്നു. ഇനിയും അത് കുറയാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ. അതായത് കൈവിട്ടിരിക്കുന്നു ശരിക്കും ബീഹാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.